എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ 2 ദിവസത്തെ അവധിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നാളെ വീണ്ടും മാർക്കറ്റിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ്. മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച ആ യുദ്ധം നിർത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലുള്ള മറ്റു കൂടുതൽ പോസിറ്റീവ് ന്യൂസുകളുമൊക്കെയായി നല്ലൊരു റാലിയാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഈ റാലി കണ്ടിന്യൂ ആകുമോ എന്നുള്ളതൊന്ന് നമുക്ക് നോക്കാം. അതേപോലെ തന്നെ മന്ത്ലി എക്സ്പയറി കഴിഞ്ഞു. ഇപ്രാവശ്യത്തെ മന്ത്ലി എക്സ്പയറി നല്ല ജോറായിരുന്നു. കഴിഞ്ഞ 5 മാസത്തിന് ശേഷം നല്ലൊരു അപ്പ് മൂവ്മെൻ്റാണ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ മന്ത്ലി എക്സ്പയറി ഡേയിൽ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി ജൂലൈ ഫസ്റ്റ് വീക്ക്, ഇനി ജൂൺ നമുക്ക് ഒരു സെക്ഷൻ മാത്രമേ ബാക്കിയുള്ളൂ നാളെ. അതിനുശേഷം ജൂലൈ ഫസ്റ്റ് വീക്ക് നമുക്ക് മാർക്കറ്റ് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നോക്കാം. പോസിറ്റീവ് ന്യൂസുകളും നെഗറ്റീവ് ന്യൂസുകളും എന്തൊക്കെയാണ് നെക്സ്റ്റ് വീക്കിൽ നമുക്ക് മാർക്കറ്റിനെ സ്വാധീനിക്കുന്നവ എന്നുള്ളതൊന്നും നമുക്ക് പരിശോധിക്കാം. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞതുപോലെ 25,200 ആ ഒരു 250 25,150 മുതൽ 25,200 അതുപോലെ 25,250 ആ റേഞ്ചിലെല്ലാം തന്നെ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് സോണായിരുന്നു. 25,250 എപ്പോൾ ബ്രേക്കൗട്ട് അല്ലെങ്കിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുമോ, 1 ഡേ ടൈം ഫ്രെയിമിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുമോ 25,500 നെക്സ്റ്റ് 25,700 ഈ റേഞ്ചിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. ആൾമോസ്റ്റ് 25,700 അടുത്ത് വന്ന് നിൽക്കുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച വീഡിയോയിലാണെന്ന് തോന്നുന്നു 25,640 സംതിങ്. അതിനുശേഷം ഒരു ചെറിയ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുണ്ട്. അത് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പോവുകയാണെങ്കിൽ 25,700 വരെ പോകുമെന്ന് പറഞ്ഞു. പക്ഷേ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മുടെ FIers-ന് DIers-ൻ്റെ ആക്ടിവിറ്റി എന്തായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് നെക്സ്റ്റ് വീക്കിൽ എന്തൊക്കെ ഇമ്പാക്റ്റ് ആവും. ട്രംപിൻ്റെ പുതിയ പദ്ധതികൾ വന്നിട്ടുണ്ട്, എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. അതിനു മുൻപ് നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ, അതായത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ അല്ല പറയുന്നത്, വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കുണ്ട്. ടെലഗ്രാം ചാനൽ എന്ന് പറയുമ്പോൾ ജനറൽ ചാനലിൻ്റെ ലിങ്കാണ്. ആ ചാനൽ വഴി ഒരു ട്രേഡർക്ക് ആവശ്യമായ എല്ലാ ഇൻഫർമേഷനുകളും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. പോരാഞ്ഞ് അല്പസ്വല്പം ടിപ്സുകളും കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, താല്പര്യമുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, അല്ലാത്തവർക്ക് ലെഫ്റ്റ് അടിച്ച് പോകാം. ഓക്കെ, കഴിഞ്ഞ ആഴ്ചയെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിൽ പ്രധാനമായ പോസിറ്റീവ് ന്യൂസുകൾ എന്ന് പറയുന്നത് ഒരു ബിഗ് ന്യൂസ്, ട്രംപിൻ്റെ ആ ഒരു വെടിനിർത്തൽ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ചെറിയൊരു അസ്വാരസ്യങ്ങൾ, അതായത് വെടിവെക്കൽ നിർത്തലാക്കാൻ പോകുന്നു എന്ന പ്രഖ്യാപനം വന്നതിന് ശേഷവും ഇറാനും ഇസ്രായേലും ഇറാൻ അംഗീകരിക്കാതെ വീണ്ടും ബോംബ് വർഷമൊക്കെ നടത്തിയിരുന്നു. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഇറാൻ ആ ഡീലിലേക്ക് വരികയും വാർ സ്റ്റോപ്പ് ആയതോടു കൂടിയിട്ട് നമ്മുടെ മാർക്കറ്റ് ഒരു നല്ല മൂവ്മെൻ്റാണ് കാഴ്ചവെച്ചത്. അതൊരു പ്രധാനപ്പെട്ട പോസിറ്റീവ് ന്യൂസ് തന്നെയായിരുന്നു. രണ്ടാമത് ഇന്ത്യയുടെ ഇൻഫ്ലേഷനാണ്. ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ 4 ഇയേഴ്സിന് 4 വർഷത്തെ ഏറ്റവും കുറഞ്ഞ രീതിയിലാണ് വന്നിരിക്കുന്നത്. അതും ഒരു പോസിറ്റീവ് ന്യൂസായിരുന്നു. മറ്റൊന്ന് മൺസൂണാണ്. നമ്മുടെ രാജ്യത്ത് ഈ ദിവസത്തിനകത്ത് പ്രതീക്ഷിച്ചതിലും കൂടുതൽ മഴ ലഭിച്ചു എന്നുള്ളത് ഒരു പ്രധാന ന്യൂസ് തന്നെയാണ്. കാരണം കാർഷിക വിളകളാണ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതലും ഒരു വരുമാന മാർഗം എന്നുള്ളത്. മറ്റൊന്ന്, ഈ വാർ സ്റ്റോപ്പായതോട് കൂടിയിട്ട് $80 പോയിരുന്ന ക്രൂഡ് ഓയിൽ നേരെ 67-68 ആ റേഞ്ചിലേക്ക് ഇറങ്ങി എന്നുള്ളതാണ്. അത് ശരിക്കും നല്ല ഒരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. മറ്റൊന്ന്, ഫ്രൈഡേ കഴിഞ്ഞ വെള്ളിയാഴ്ച ട്രംപ് കൊടുത്ത ഒരു ന്യൂസ്, ഒരു മെസ്സേജ്, അതായത് ചൈനയുമായിട്ടുള്ള ട്രേഡിംഗ് ഡീൽ സൈൻ ചെയ്തു എന്നുള്ളതാണ്. ചൈനയുമായി ചെറിയൊരു പ്രശ്നത്തിൽ അല്ലെങ്കിൽ ഒരു അസ്വാരസ്യത്തിലായിരുന്നു. പക്ഷേ അത് ട്രേഡിംഗ് ഡീലിൽ സൈൻ ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ അത് ചൈന ഇതുവരെ അതിൻ്റെ റിസൾട്ടൊന്നും പറഞ്ഞിട്ടില്ല, അതായത് യെസ് ഓർ നോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ട്രംപ് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ട്രംപ് പറഞ്ഞതുകൊണ്ട് തന്നെ അയാൾ വിഡ്ഢിത്തരങ്ങളാണ് പലപ്പോഴും, അല്ലെങ്കിൽ അയാൾക്ക് തോന്നിയതാണ് വിളിച്ച് പറയുന്നതെങ്കിലും
അയാളോട് ആ പറഞ്ഞതിലേക്ക് എത്തും എന്നുള്ളതാണ് ഒരു സമാധാനം. കാരണം ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ വാറിൻ്റെ കാര്യത്തിൽ തന്നെ ഇയാളങ്ങ് വിളിച്ച് പറയുക ചെയ്തത്, അടുത്ത 6 മണിക്കൂറിനുള്ളിൽ വെടിനിർത്തൽ നിലവിൽ വരുന്നു, 24 മണിക്കൂറിനുള്ളിൽ യുദ്ധം പൂർണ്ണമായും സ്റ്റോപ്പ് ആവും എന്നുള്ളത്. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇനി ഇന്ത്യയുമായിട്ടുള്ള ഡീലാണ് നടക്കാനുള്ളത്. അതും ഏകദേശം ഇന്ത്യയുമായിട്ടുള്ള സൈൻ ചെയ്യുമെന്നുള്ളത് തന്നെയാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ. മറ്റൊന്ന്, ഇന്ത്യയുമായി ഒരു വലിയ കരാർ, ഒരു ബിഗ് ഡീൽ എന്താണെന്നുള്ളത് പറഞ്ഞിട്ടില്ല. അത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിൻ്റെ പ്രഖ്യാപനം വരും. പക്ഷേ അത് നല്ലൊരു ന്യൂസാണ്. കാരണം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക്, കാരണം ട്രംപിൻ്റെ പുതിയ ഒരു സംരംഭം ഇവിടെ രാജ്യത്ത് തുടങ്ങാനിരിക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് നല്ലൊരു പോസിറ്റീവായിരിക്കും നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇന്ത്യയുമായൊരു ബിഗ് ഡീൽ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഡോളർ വന്നിട്ട് കഴിഞ്ഞ 3 വർഷത്തെ കുറഞ്ഞ ലെവൽ 87.5 എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇനി ഒന്ന്, US ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഈ നെക്സ്റ്റ് ഇവൻറ്റിൽ തീർച്ചയായും കട്ട് ചെയ്യും എന്നുള്ളത് തന്നെയാണ്. കട്ട് ചെയ്യാത്ത പക്ഷം ജെറോം പവലിനെ ഇയാൾ അവിടെ നിന്നും മാറ്റും എന്നുള്ളതും ഒരു സൂചനയുണ്ട്. അപ്പോൾ അതും അങ്ങനെ ഫെഡ് റിസർവ് ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുകയാണെങ്കിൽ അതും നല്ലൊരു ഗുഡ് ന്യൂസായിരിക്കും. മറ്റൊന്ന്, US-ൻ്റെ 10-year ബോണ്ട് ഈൽഡ് 2.25% മാറിയിട്ടുണ്ട് എന്നുള്ളതുമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്ന പോസിറ്റീവ് ന്യൂസുകൾ. ഇത്രയും കാര്യങ്ങൾ തന്നെ നെക്സ്റ്റ് വീക്ക്, അതായത് ജൂലൈ 1st വീക്കിൽ നമുക്ക് മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യും. കാരണം കഴിയുന്ന ആഴ്ചകളുടെ പ്രതിഫലനമാണ് വരുന്ന ആഴ്ചകളിൽ കൂടുതലായിട്ടും സംഭവിക്കുക. ഓക്കെ, ഇനി ഗ്ലോബൽ ലെവലിൽ മാർക്കറ്റിന് കുറച്ച് പ്രയാസകരം എന്ന് പറയുമ്പോൾ കാനഡയുമായിട്ടുള്ള ട്രേഡിംഗ് ഡീൽ സ്റ്റോപ്പ് ചെയ്തു എന്നുള്ളതാണ്. ട്രംപ് പറഞ്ഞിരിക്കുന്നത് കാനഡയുമായിട്ട് ട്രേഡിംഗ് ഡീൽ നടക്കില്ല, അതൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, ജൂലൈ 9 കൂടിയിട്ട്, നെക്സ്റ്റ് മന്ത് ജൂലൈ 9 കൂടിയിട്ട് ട്രംപിൻ്റെ റെസിപ്രോക്കൽ താരിഫിൻ്റെ എൻഡ് ഡേ ആവുകയാണ്. ഓക്കെ, 9 വരെയാണ് ടൈം കൊടുത്തിരിക്കുന്നത്. അതിലിപ്പോൾ ആൾറെഡി ഇന്ത്യ, ചൈന ഈ 2 രാജ്യങ്ങൾ ഓക്കെയാണ്. ബാക്കിയുള്ള യൂറോപ്യൻ കൺട്രീസിലൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീക്കാണ് അതിനെക്കുറിച്ച് കൂടുതലായിട്ടും പൂർണ്ണമായ വിവരം ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതും ഒരു മൈനസ് പോയിൻ്റ് തന്നെയാണ്. കാരണം അതിൻ്റെ പൂർണ്ണമായ ഒരു വിശദ വിവരങ്ങൾ അല്ലെങ്കിൽ അംഗീകരിക്കുന്ന രൂപത്തിലുള്ള സമാധാനപരം. അപ്പോൾ ഇനി നെക്സ്റ്റ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് എന്താണ് അയാൾ പറയുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ് അദ്ദേഹം പറയുക. അപ്പോൾ അതും ഒരു നെഗറ്റീവ് ന്യൂസ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് പോയിൻ്റായിട്ട് തന്നെ നമ്മൾ കണക്കാക്കേണ്ടി വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നെഗറ്റീവായിട്ടുള്ളത്. കൂടുതലും പോസിറ്റീവ് ന്യൂസുകളാണ്. നെഗറ്റീവായിട്ട് ചെറിയ 1-2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നിരുന്നാലും നെക്സ്റ്റ്, അതായത് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് എന്താണ് പുതിയ തീരുമാനങ്ങൾ ഉണ്ടാവുക എന്നതിനെ ആശ്രയിച്ചായിരിക്കും കൂടുതലും മാർക്കറ്റുകളുടെ സെൻറ്റിമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. ലാസ്റ്റ് സെൻസെക്സ് വീക്ക്ലി ബേസിസിൽ നോക്കുകയാണെങ്കിൽ 1650 പോയിൻ്റ് പോസിറ്റീവിൽ, അതായത് 2% ഉയർന്ന് 84,058 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി 525 പോയിൻ്റാണ് കഴിഞ്ഞ ആഴ്ച ഉയർന്നത്. ഏകദേശം 2.5% പോസിറ്റീവിലാണ്. നല്ല ഒരു റാലിയാണ് നിഫ്റ്റിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. മന്ത്ലി ബേസിസിൽ നോക്കുകയാണെങ്കിൽ, അതായത് ജൂൺ മാസത്തിൽ നിഫ്റ്റിയും സെൻസെക്സും 3% ഉയർന്നു. ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് ഇൻഡെക്സുകൾ 2% ഉയർന്നു. അതുപോലെ സ്മോൾ ക്യാപ്പ് 3.5% പോസിറ്റീവിലാണ്. കഴിഞ്ഞ ആഴ്ച FIs 4,423 കോടിയുടെ ബയ്യിങ് ആണ് നടത്തിയിരിക്കുന്നത്. അതുപോലെ DIs 12,390 കോടിയുടെ ബയ്യിങ്ങും നടത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നിഫ്റ്റി സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ നോക്കുകയാണെങ്കിൽ, നിഫ്റ്റി ഇപ്പോൾ നിലവിൽ 25,637 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള ഒരു ഗ്യാപ്പ് ഫില്ലിങ് കൂടെ നടന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് 25,900 ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ഉള്ളത്. 25,900 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 26,100 വരെ പോകാനുള്ള സാധ്യതയുണ്ട്. 26,100
26,300, അതായത് ആൾ ടൈം ഹൈ വന്നിട്ട് 26,300 താഴെയാണ്. അപ്പോൾ 26,100 ടു 26,300 ആൾ ടൈം ഹൈ ആ ഒരു റേഞ്ചിലാണ് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ടുള്ളത്. സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 25,500 ഫസ്റ്റ് സപ്പോർട്ടായിട്ട് വരിക. 25,300 താഴെ വരികയാണ് 25,500 താഴെ വരികയാണെങ്കിൽ 25,300 ആ ഒരു റേഞ്ചിലായിരിക്കും നിഫ്റ്റിയുടെ സപ്പോർട്ട്. കൂടുതലും നെക്സ്റ്റ് വീക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ തന്നെയാണ് ഒരു 75% നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ 58,000 എന്നുള്ളത്, അതായത് ഇപ്പം നിലവിൽ ബാങ്ക് നിഫ്റ്റി ആൾ ടൈം ഹൈയിൽ തന്നെയാണ്. 58,000 നെക്സ്റ്റ് റെസിസ്റ്റൻസ്. അതുപോലെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ 56,750 വീക്കിലി ബേസിസിലാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വീക്ക് ഇവൻറ്റ്സുകൾ ഏതൊക്കെയാണ് വാച്ച് ചെയ്യാനുള്ളതെന്ന് നോക്കാം. നാളെ ജൂൺ 30 ജൂണിലെ ലാസ്റ്റ് സെഷനാണ്. കാര്യമായിട്ടുള്ള ഇവൻറ്റ്സുകളൊന്നും നാളെ നടക്കാനില്ല. പിന്നെ ജൂലൈ 1 ട്യൂസ്ഡേ 2:30 PM യൂറോപ്പ് സോണിൽ നിന്ന് ഇൻഫ്ലേഷൻ വരുന്നുണ്ട്. ഇയർ ഓഫ് ദി ഇയർ 1.9% എക്സ്പെക്റ്റ് ചെയ്യുന്നത്. 2.3% അന്ന് തന്നെ 7:30 മണിക്ക് വൈകുന്നേരം 7:30 USA ISM മാനുഫാക്ചറിങ് PMI ഡാറ്റ വരുന്നുണ്ട്. USA ജോബ് ഓപ്പണിംഗ് ഡാറ്റയും ആ സമയത്ത് തന്നെയാണ് വരുന്നത്. ഇനി ബുധനാഴ്ച ഇവൻറ്റ്സുകളൊന്നുമില്ല. വ്യാഴാഴ്ചയാണ് ജൂലൈ 2 വൈകുന്നേരം 6 മണിക്ക് USA നോൺ ഫാം പേറോൾസ് USA അൺഎംപ്ലോയ്മെൻറ്റ് ഡാറ്റ വരാനിരിക്കുന്നുണ്ട്. ഈ 2 ദിവസം, അതായത് ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും മാത്രമേ ഇവൻറ്റ്സുകളായിട്ടുള്ളൂ. അതും നമ്മുടെ ഇന്ത്യയിൽ നിന്നില്ല, യൂറോപ്യൻ കൺട്രിയിൽ നിന്നും USA നിന്നുമാണ് വരാനിരിക്കുന്നത്. വെള്ളിയാഴ്ചയും കാര്യമായിട്ടുള്ള ഇവൻറ്റ്സുകളൊന്നും വരാനില്ല. നിഫ്റ്റിയുടെ 1 ഡേ ടൈം ഫ്രെയിമാണ് ഇപ്പോൾ 25,637 നമ്മൾ ഈ ഒരു ഗ്യാപ്പാണ്, ഈ ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാൻഡിൽ ഒക്ടോബർ 3 ക്രിയേറ്റ് ചെയ്ത 25,739. ഓക്കെ, ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് വരാനിരിക്കുന്നത് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 25,910. ഇപ്പോൾ അതിനും മുകളിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നോക്കൂ, 26,134. അപ്പോൾ 26,100 ആ ഒരു റേഞ്ചിൽ നമുക്ക് വാച്ച് ചെയ്യാം നെക്സ്റ്റ് റെസിസ്റ്റൻസ്. അതിനും മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ ആൾ ടൈം ഹൈ വന്നിട്ട് 26,277 ഈ ഒരു റേഞ്ചിലേക്ക് വരാം. ഇത് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഫർദറായിട്ട് അപ്സൈഡിലേക്ക് പോകാനുള്ള സാധ്യത പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിൽ 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. ഇനി സപ്പോർട്ട് ലെവലുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ സപ്പോർട്ടായിട്ട് ഈ ഒരു ഡേ ക്യാൻഡലിൻ്റെ 25,523, 25,500 ആ ഒരു റേഞ്ച്, ഇതാണ് ഫസ്റ്റ് സപ്പോർട്ടായിട്ട് വരിക. നെക്സ്റ്റ് ഇതിൽ നിന്ന് താഴെ വരികയാണെങ്കിൽ ഈ ഒരു സപ്പോർട്ട് 25,300 ആ ഒരു റേഞ്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ വീക്ക്ലി ബേസിസിൽ നമുക്ക് കണക്കാക്കാം. ഇപ്പോൾ യുദ്ധത്തിന് ശേഷം കണ്ടിന്യൂ അപ്സൈഡ് ആണെങ്കിലും കൂടി തന്നെ ഒരു ബുള്ളിഷ്നെസ്സിലാണ് എന്ന് നമുക്ക് ഇപ്പോഴും പറയാനായിട്ടില്ല. വ്യാഴാഴ്ച മാത്രമാണ് നല്ല ഒരു 300 പോയിൻറ്റിന് മുകളിൽ ഒരു റാലി നടത്തിയത്. ഒരു നല്ല ഒരു ബുള്ളിഷ്നെസ്സിലാണ് മാർക്കറ്റ് എന്നുള്ളത് ഇപ്പോഴും ആ ഒരു റേഞ്ചിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ നിഫ്റ്റിയിൽ അങ്ങനെയാണ്. ബാങ്ക് നിഫ്റ്റിയിൽ 58,000 ആ ഒരു റേഞ്ചാണ് റെസിസ്റ്റൻസ് ആയിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ 57,443 സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 56,750 ആ ഒരു റേഞ്ച്. അപ്പോൾ ഇതിൻ്റെ ബോട്ടം വന്നിട്ട് 56,993, 57,000. അതിനും താഴെ നെക്സ്റ്റ് ഈ ഒരു ക്യാൻഡലിന് താഴെയാണ് 56,790, 56,750 ആ ഒരു റേഞ്ചിൽ ബാങ്ക് നിഫ്റ്റിയിൽ. നമുക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ നിഫ്റ്റിയിൽ നമ്മൾ പറഞ്ഞ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ വാച്ച് ചെയ്യുകയാണെങ്കിൽ 25,332 നമ്മുടെ സപ്പോർട്ട്, റെസിസ്റ്റൻസ് 25,610. നോക്കൂ, ഇവിടെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് നിഫ്റ്റിയിൽ എന്തായാലും ആക്റ്റീവായിട്ടുണ്ട്. നമ്മുടെ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ഔട്ട് നടത്തി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലും ഈ ഒരു ഏരിയ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇവിടെ നിന്ന്
നമുക്ക് എൻട്രി എടുത്താലും അതും ബാങ്ക് നിഫ്റ്റിയും നമുക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച പോസിറ്റീവിലാണ്. സെൻസെക്സിലും സമാനമായി നിഫ്റ്റിയെ പോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയെ പോലെ തന്നെ ഇത് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത് നമുക്ക് ഇവിടെ നിന്നും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാകും. ഇനി നമുക്ക് നാളെ വാച്ച് ചെയ്യാനുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമാണ് നമ്മൾ ഡെയിലി ബേസിൽ നോക്കുന്നത്. 84,100 ഇതാണ് ഫസ്റ്റ് റെസിസ്റ്റൻസ് നമുക്ക് സെൻസെക്സിൽ വാച്ച് ചെയ്യാനുള്ളത്. സപ്പോർട്ടായിട്ട് ഈ ഒരു സോണിൽ തന്നെ നമുക്ക് വയ്ക്കാം 83,865 അല്ലെങ്കിൽ അതിനും മുകളിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ വാച്ച് ചെയ്യാവുന്നതാണ് 83,930. ഓക്കെ, അപ്പോൾ സെൻസെക്സിൽ ഈ ഒരു റേഞ്ചിൽ തന്നെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ നമുക്ക് നാളെ വാച്ച് ചെയ്യാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ റെസിസ്റ്റൻസ് ആയിട്ട് 57,480 സപ്പോർട്ട് നമുക്ക് ഈ ഒരു സോണിൽ നിന്ന് എടുക്കാവുന്നതാണ്. 57,300. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ വാച്ച് ചെയ്യാം. അടുത്തത് നിഫ്റ്റിയാണ്. നിഫ്റ്റിയിൽ നമുക്ക് 25,730 ആ ഒരു റേഞ്ച് 25,730 ആ ഒരു റേഞ്ചിൽ റെസിസ്റ്റൻസ് വയ്ക്കാം. ഓക്കെ, ഇത് ബ്രേക്കൗട്ട് ചെയ്താൽ മാത്രം അപ്പ് സൈഡിലേക്ക് ഫർദറായിട്ട് പോകാനുള്ള സാധ്യത കാണുന്നത്. സപ്പോർട്ടായിട്ട് നമുക്ക് ഈ ഒരു സോണിൽ നിന്ന് തന്നെ വാച്ച് ചെയ്യാവുന്നതാണ് 25,590. ഓക്കെ, നാളെ ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ ബ്രേക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഇരു ഭാഗത്തേക്കും എടുത്തു പോകാം. നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.